സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ വീട് എന്ന സ്വപ്നം, അതിനെക്കുറിച്ചാണ്. പലരുടെയും ആഗ്രഹമാണ് നല്ലൊരു വീട് വേണം എന്നുള്ളത്. വീട് നിർമ്മാണത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചവരും, വീട് നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങി തറ കെട്ടി ഒരുപാട് കടമൊക്കെയായി ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പണമില്ലാതെ മനസ്സിലാഗ്രഹം കൊണ്ട് നടക്കുന്നവരും നിരവധിയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ നിർമ്മാണം പാതി വഴിയിലായി പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന നിരവധി വ്യക്തികളുണ്ട്. പലരും ലോൺ എടുത്തുകൊണ്ടും വീട് നിർമ്മിക്കുന്നവരുണ്ട്. ഒരു 50 ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 15 വർഷത്തേക്ക് പലിശയും മുതലും കൂടി ഒരു കോടിയുടെ മുകളിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹറാമായ പലിശയുമായി ഇടപെടലായി, അറിഞ്ഞുകൊണ്ട് ഹറാമ് ചെയ്യലുമായി. പിന്നെ ആ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബർക്കത്തുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചുറ്റും ഉള്ള ആളുകളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ ലോൺ എടുത്ത് വീട് വെച്ചതിൽ പിന്നെ ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. അവർ പോലും മനസ്സിലാക്കാത്ത രൂപത്തിൽ ആ വീട്ടിൽ ഒരു സ്വസ്ഥതയോ സമാധാനമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമികപരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതിന് ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂറത്തിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് മഹാന്മാരായ ആളുകൾ നമുക്ക് നിർദ്ദേശിച്ച ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്കേവർക്കും ഒരു നല്ല വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇതൊരു സൂറത്താണ്. സൂറത്ത് നിങ്ങളെല്ലാവരും പരമാവധി പാരായണം ചെയ്യുക. നിങ്ങൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അത് നിങ്ങൾക്കറിയാം. ആ സ്ഥലത്ത് പോയി നിങ്ങൾ 40 തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വീടിൻ്റെ നിർമ്മാണം എളുപ്പത്തിൽ നടക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായും എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ഒരു വീടുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീട് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇത്തരത്തിൽ പല കുറുക്ക് വഴികളും സ്വീകരിക്കുന്നത്. ഇതൊരു കുറുക്ക് വഴിയൊന്നുമല്ല. ഇത് നിരവധി ആളുകൾ പരീക്ഷിച്ച് ഫലം കണ്ട ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ആണ് ഉണ്ടാവാൻ പോകുന്നത്. വിജയം വരിക്കുന്നവരിൽ നാം എല്ലാവരും ഉൾപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ഏതാണ് ആ സൂറത്ത് എന്ന് നോക്കാം. ഇത് മുമ്പൊരു വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആളുകളിലേക്ക് അത് വേണ്ടത്ര രീതിയിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീടും പലരും എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് നല്ല വീടുണ്ടാവുക എന്ന് പലരും ചോദിച്ചതായി കണ്ടു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താലാണ് നല്ല ഒരു വീടുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൂടിയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ ഖാലൽ ഇൻസാനു മാലഹ തുടങ്ങിയ ഈ സൂറത്താണ് നിങ്ങൾ ഓതേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത്. നിങ്ങൾ എവിടെയാണോ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആ പറമ്പിൽ പോയിക്കൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക. എത്ര തവണയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. 40 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. സൂറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്ത് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രയാസവുമില്ല ഓതാൻ. 8 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തു സൽസല എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്ത് തുടങ്ങുന്നത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നാണ്. അപ്പോൾ എല്ലാവരും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വീടിൻ്റെ പണി പാതി വഴിയിലായവരുമെല്ലാം ഈ സൂറത്ത് പതിവാക്കുക. 40 തവണ ദിവസവും ഓതുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ. തീർച്ചയായും ഖുർആൻ കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആദ്യം തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അക്കാര്യം മറക്കാതെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.